നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ, കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം. ഓക്കെ, നമ്മൾ നല്ല സിനിമകൾ ചെയ്യുന്ന ബാനർ എന്ന്, അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ കൊടുത്തിട്ടുള്ള ബാനർ എന്നുള്ള ഉള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം തിയേറ്ററുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, നല്ലവർ എന്നെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുമോ? നടക്കത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആ സിനിമ പ്രിവ്യൂ കണ്ടിട്ട് നല്ല സിനിമയാണ്, പക്ഷേ എനിക്ക് അത് കഴിയില്ല. ഒരു നല്ല സമയത്ത് ഐ കാൻ ഡു ജസ്റ്റിസ് ടു യു. ബിക്കോസ് പണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ വിളിച്ച് നല്ല സിനിമയാണ്, നമുക്ക് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ തിയേറ്റർ, പക്ഷെ എവിടെ, എങ്ങനെ? പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഈ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ല? സംഘടനകൾ ഇതെല്ലാം ഒറ്റക്കെട്ടെന്നുള്ളതല്ല, ഇത് ആരെങ്കിലും ഒരു തീരുമാനം എടുക്കണം. നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമകൾ വരണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്നും മാർക്കറ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് കളക്ഷൻ ഓക്കെ, ഒരു വിജയുടെ പടം, അല്ലെങ്കിൽ അജിത്തിന്റെ പടം, അല്ലെങ്കിൽ രജനി സാറിന്റെ പടം ഇത്ര കളക്ഷൻ ഉള്ളതാണ്, അപ്പോൾ അതിന് ഇങ്ങനെ ഒരു റിലീസ് ഇതാണ്. അല്ലാതെ ഒരു പടം, അല്ലെങ്കിൽ വേറൊരു ആക്ടറിന്റെ ഒരു പടം ഒരു ലാസ്റ്റ് കളക്ഷൻ നോക്കിയിട്ട് അതിന് അനുപാതികമായിട്ടുള്ള ഒരു നമ്പർ ഓഫ് തിയേറ്റേഴ്സിലേക്ക് ഒരു 50 തിയേറ്റർ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. ആ 50 തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് കളക്ഷൻ വന്നാൽ, അങ്ങനെ എന്തെങ്കിലും അതിനൊരു ഫോർമുല വേണം. മലയാള സിനിമയെ കാട്ടിൽ കൂടുതൽ തിയേറ്ററിൽ ഒരു മാർക്കറ്റും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റിന്റെ, അന്യഭാഷ ആർട്ടിസ്റ്റിന്റെ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് പ്രഷറിൽ വീണതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയാണ് എനിക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നത്. നമ്മൾ തിയേറ്ററുകളിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്ത് ചെയ്യാനാ, അവർ വന്ന് ഇങ്ങനെ പറയുകയാണ്, നമുക്കത് ഇല്ലാതെ നിലനിൽപ്പില്ല. ഈ തിയേറ്റർ അസോസിയേഷനും വിതരണക്കാരുടെ അസോസിയേഷനുമായിട്ട് എന്നും തമ്മിത്തല്ലുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയാം. ഞാൻ പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവർ തമ്മിൽ ഏകീകരണം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിർമ്മാതാക്കൾ സംഘടന ഇതിനകത്ത് സൈലന്റ്. ഇപ്പൊ താങ്കളും നിർമ്മാതാവാണ്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഈ അസോസിയേഷൻ തിയേറ്റർ ഉടമകൾ പറയുന്നത് ഞങ്ങൾക്ക് തമിഴ് സിനിമ വന്നാൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണമെന്ന് വലിയ വിതരണക്കാർ പറയുന്നു. നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വരെ തീരുമാനം. ഈ ജനുവരി തൊട്ട് പുതിയ മാനദണ്ഡം വരുവാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പ്രഷർ ചെയ്യുമ്പോൾ ഈ തിയേറ്റർ ഉടമകൾ ഇതിൽ വീഴുന്നു? അതാ ഞാൻ പറയാം, അതിൽ കളക്ഷനുള്ള സിനിമകളുണ്ട്. അത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാൽ അങ്ങനെ കളക്ഷനുള്ള സിനിമകളുണ്ട്. അത് നേരത്തെ പറഞ്ഞ തന്നെയാണ്. അത് വെച്ചിട്ട് ഉള്ള ഒരു ബ്ലാക്ക് മെയിൽ, ഈ സിനിമ എടുത്താൽ അടുത്ത സിനിമ തരുമോ? ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് തിയേറ്റർ ഉടമകൾ നമ്മളോട് പറയുന്ന കാര്യമാണ്. ഇപ്പൊ കൽബ് എന്ന് പറയുന്ന സിനിമ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുമ്പോ നമ്മളെടുത്ത് വി ആർ 10-12 വർഷമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ബാനറാണ്. ഇത്രയും സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്, നല്ല സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ബോക്സ് ഓഫീസ് ഹിറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയെങ്കിലും നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.